സാറേ, മതവിശ്വാസി ഒരാൾ ജീവിക്കുന്നത് വെച്ചാൽ അയാളെ സംബന്ധിച്ചുള്ള ഒരു സാന്ത്വനമാണ് മതം. അത് നമ്മൾ അവരെ തെറ്റായി കാണേണ്ട കാര്യമില്ല. കാരണം അവർ ആ സാന്ത്വനം അതിൻ്റെ അകത്ത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്കത് ഒരു സാന്ത്വനമായി ലഭിക്കുന്നുണ്ടെങ്കിൽ മതത്തെ നമുക്ക് തള്ളി പറയേണ്ട കാര്യമില്ല. മറിച്ച് ആ മതം ശ്രേഷ്ഠമാണെന്ന് പറയുകയും അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നിടത്ത് മാത്രമേ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുള്ളൂ. ഇത് മതം സ്വാതന്ത്ര്യമാണ്, നമുക്ക് ഒരു ആശ്വാസം പകരുന്നതാണ്, ആപത്ഘട്ടങ്ങളിലൊക്കെ നമുക്കൊരു ധൈര്യം പകർന്നു തരുന്നതാണെന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് നമ്മളെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഈ മതം നമ്മളെ ഭീരുവാക്കുന്നതുകൊണ്ടാണ്. അതെ അതെ, തീർച്ചയായിട്ടും. നമ്മളെ ഇങ്ങനെ പേടിപ്പിച്ചും കൊതിപ്പിച്ചും ഒക്കെയാണ് മതം നമ്മളെ ഇങ്ങനെ ഈ ദൈവവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് മലയാളികൾക്കാർക്കും പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വമല്ല. ബഹുമാനപ്പെട്ട TJ ജോസഫ് സാറാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. അദ്ദേഹം ഇപ്പോൾ അയർലൻഡിൽ വന്നു. അതിനുശേഷം അമേരിക്കയിൽ മിക്കവാറും സ്റ്റേറ്റുകളെല്ലാം സന്ദർശിച്ച് അദ്ദേഹം ഇംഗ്ലണ്ടിൽ കുറേയേറെ പരിപാടികൾ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. ജോസഫ് സാറിൻ്റെ ഈ യാത്രയിൽ അദ്ദേഹം അമേരിക്കയിൽ കണ്ട സവിശേഷതകളും അമേരിക്ക കണ്ട മലയാളികളെ പറ്റിയും അമേരിക്കയിൽ കണ്ട സ്ഥലങ്ങളെപ്പറ്റിയൊക്കെ നമ്മളോട് ഒന്ന് വിശദീകരിക്കാമെന്ന് സാർ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഇൻ്റർവ്യൂവിന് ഞാൻ തയ്യാറായത്. സാറിനോട് നമുക്ക് ചോദിക്കാം ചോദ്യങ്ങൾ. സാറേ, അമേരിക്കയിലെ യാത്രകളിൽ സാറിന് ഏതെല്ലാം രാജ്യങ്ങൾ സന്ദർശിച്ചു, അമേരിക്കയിലെ യാത്രയുടെ കണ്ട സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് സാറിനൊന്ന് വിശദീകരിക്കാമോ? അമേരിക്കയിൽ ഞാൻ മെയ് മാസം 28-നാണ് ചെല്ലുന്നത്. അമേരിക്കയിലെ ടെക്സാസ് സ്റ്റേറ്റിലുള്ള ഡാലസിലാണ് പോയി വിമാനം ഇറങ്ങുന്നത്. അന്ന് തന്നെ ഓസ്റ്റിൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. കാരണം പിറ്റേന്ന് ഓസ്റ്റിൻ യൂണിവേഴ്സിറ്റി സന്ദർശിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. ഓസ്റ്റിൻ യൂണിവേഴ്സിറ്റിയിൽ മലയാളം MA ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. ഒരു സായിപ്പാണ്, അതൊരു പുതിയ അറിവാണ്. സായിപ്പാണ് അതിൻ്റെ HOD. പത്തനംതിട്ടക്കാരി ഒരു ദർശന എന്നു പേരുള്ള ഒരു ടീച്ചറാണ് അവിടുത്തെ മലയാളിയായിട്ടുള്ള അധ്യാപിക. അവരുടെ ക്ഷണം സ്വീകരിച്ചിട്ടാണ് ഞാനവിടെ പോയത്. പക്ഷേ ഈ അവധിക്കാലമായതിനാൽ സെമസ്റ്ററൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ കോളേജ് വരാതിരിക്കുന്ന ഒരു സമയത്തായതുകൊണ്ട് കുട്ടികളെ കാണാൻ പറ്റിയില്ല. പക്ഷേ മലയാളം ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ലൈബ്രറിയും ഒക്കെ കണ്ടു. അതുമാത്രമല്ല, എൻ്റെ അറ്റുപോകാത്ത ഓർമ്മകൾ മലയാളം പുസ്തകവും അതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനമായിട്ടുള്ള 1000 കട്ട്സും ആ ലൈബ്രറിയിലുണ്ട്. അതൊക്കെ എനിക്ക് വളരെ സന്തോഷകരമായ അനുഭവമായിരുന്നു. അവിടെ യൂണിവേഴ്സിറ്റി കണ്ടു. അതിനുശേഷം അവിടുത്തെ ക്യാപിറ്റോൾ കണ്ടു. അതിനുശേഷം ഡാലസിലേക്ക് മടങ്ങി വന്നു. ഡാലസിൽ എസൻസ് ഗ്ലോബലിൻ്റെ ഒരു പ്രോഗ്രാം 30-ാം തീയതി ഉണ്ടായിരുന്നു. അപ്പോൾ 30-ാം തീയതി അത് കഴിഞ്ഞിട്ട് അന്ന് ഡാലസിൽ താമസിച്ചിട്ട് ഹൂസ്റ്റൺ എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ നാസയിൽ പോയി. അങ്ങനെ അവിടുത്തെ ചില മ്യൂസിയങ്ങളിലൊക്കെ പോയി. ഡൗൺ ടൗൺ, അതായത് സിറ്റി സെൻറ്ററുകളിലൊക്കെ പോയി. അങ്ങനെ ഹൂസ്റ്റൺ പട്ടണമൊക്കെ ഒരുവിധം കണ്ട് പിന്നീട് വാഷിങ്ടൺ DC വന്നു. ഫ്ലൈറ്റിനാണ്. അവിടെ വന്നിട്ട് അവിടുത്തെ ചില സ്ഥലങ്ങളൊക്കെ, ഒരു ലുറേക്കവേ, ഒരു ഗുഹയാണ്. അതായത് പളുങ്ക് പോലെ ഉള്ള പളുങ്ക് കൊണ്ട് നിർമ്മിച്ച ഗുഹയാണെന്ന് തോന്നുന്നു. ഏതാണ്ട് 1 കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുണ്ട്. അത് വിശേഷപ്പെട്ട, ഞാനൊരു ഗുഹയെന്നൊക്കെ വിചാരിച്ചപ്പോൾ എന്തോ കെട്ടിൻ്റെ അടി കൂടെയോ അല്ലെങ്കിൽ മണ്ണിൻ്റെ അടിയിലുള്ള ഗുഹയായിരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതൊരു പളുങ്ക് പോലെ വലിയ രാജകീയ കൊട്ടാരം പോലെ അലങ്കൃതമായിട്ടുള്ള ഒരു ഗുഹയായിരുന്നു അത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ ന്യൂജേഴ്സിയിലേക്ക് വന്നു. ന്യൂജേഴ്സിയിൽ പോയിട്ട് നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ആ ദ്വീപിലൊക്കെ പോയി ആ സ്റ്റാച്യു ഒക്കെ കണ്ട് അങ്ങനെ പിരിഞ്ഞു. വാഷിങ്ടൺ DC പിന്നെ അവിടുത്തെ വൈറ്റ് ഹൗസ് കണ്ടു. അതുപോലെ തന്നെ അവിടുത്തെ ട്രംപിനെയൊന്നും കണ്ടില്ലല്ലോ. ട്രംപിനെ ഒന്നും കണ്ടില്ല. അന്ന് 2 ആഴ്ച മുമ്പ് എന്തോ അവിടെ ഒരു വെടിവെപ്പൊക്കെ നടന്നിട്ട് വളരെ കർശനമായിട്ട്, അതായത് റോഡിൽ നിന്നേ വൈറ്റ് ഹൗസ് കാണാൻ പറ്റുമായിരുന്നുള്ളൂ. നേരത്തെ കുറച്ചുകൂടെ അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇത് റോഡിൽ നിന്ന്, അവിടെയൊക്കെ പോലീസ് ബന്ദോബസ്തിൽ ആണ് ആ സ്ഥലമൊക്കെ ഇപ്പം. അതുകൊണ്ട് അങ്ങനെ എന്നാലും വൈറ്റ് ഹൗസ് കണ്ടു. നീ TV-യിലൊക്കെ കാണുമ്പോൾ ഞാനത് കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ എനിക്ക് അഭിമാനിക്കാവുന്നതാണ്. പിന്നീട് അവിടുന്ന് ന്യൂയോർക്കിൽ വന്നു. ന്യൂയോർക്കിലെ മിക്കവാറും എല്ലാ സ്ഥലവും
ഗ്രൗണ്ട് വേൾഡ് ട്രേഡ് സെന്റർ ഒക്കെ കണ്ടാണല്ലോ പണിത പുതിയതായിട്ട് പണിത് പുതിയതായിട്ട് പണിത് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ മുകളിൽ 102ാമത്തെ നില കയറി അപ്പോൾ അകലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്, നമ്മൾ ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ബിൽഡിംഗ് എന്നൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള അത് അകലെ കണ്ടു. അപ്പം അതിനേക്കാൾ പൊക്കമുണ്ട് ഇപ്പോൾ ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിന്. അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന വേൾഡ് ട്രേഡ് സെൻറ്റർ നശിപ്പിക്കപ്പെട്ട ആ സ്ഥലത്ത് ഗ്രൗണ്ട് സീറോ, അതവിടെ ഒരു ഫൗണ്ടനൊക്കെ വെച്ചിട്ട് പിന്നെ ടൂറിസ്റ്റ് സെൻ്ററായിട്ട് തന്നെയാണ് ഇപ്പോൾ അവരത് കാത്തു പരിപാലിക്കുന്നത്. അങ്ങനെയൊക്കെ കണ്ടു. പിന്നെ വാഷിങ്ടൺ പാലത്തെ കൂടെ നടന്നു. പിന്നെ അങ്ങനെ ഏതാണ്ട് ന്യൂയോർക്ക് മുഴുവനും തന്നെ അത്യാവശ്യം ഇത് അവിടുത്തെ മലയാളികൾ സാറിനെ ഓരോ സ്ഥലത്തും കൊണ്ടുപോയി കാണിക്കുകയായിരുന്നില്ല ഇതെല്ലാം, അങ്ങനെയല്ലേ? അവിടെയുള്ള മലയാളികൾ എൻ്റെ ഒരു മാസത്തെ യാത്രാ ട്രിപ്പ് അവർ ചാർട്ട് ചെയ്ത് വെച്ചിരുന്നു. ആരാണ് എന്നെ സ്വീകരിക്കേണ്ടതെന്നൊക്കെ നേരത്തെ തീരുമാനിച്ച് അങ്ങനെയുള്ളവർ എന്നെ ഹോസ്റ്റ് ചെയ്യുന്നത് എസൻസ് ഗ്ലോബലിൻ്റെ നേതൃത്വത്തിലാണ്. അവരെന്നെ പിന്നെ ഇന്ന സ്ഥലത്ത് ഇന്ന ആളുകൾ സ്വീകരിക്കണം, അവർ കൊണ്ടുപോയി ആ പ്രദേശങ്ങളൊക്കെ കാണിക്കണം എന്നൊക്കെ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് അവർ ലീവൊക്കെ എടുത്തിട്ട് ഒരു കുടുംബസമേതമൊക്കെ എന്നോടൊപ്പം അവരും യാത്രയാണ്. അങ്ങനെ 30 ദിവസത്തോളം അടുപ്പിച്ചുള്ള യാത്രയായിരുന്നു. ന്യൂയോർക്കിൽ നിന്ന് പിന്നീട് കാനഡയിലേക്ക് എനിക്ക് ഒരു 5-6 ദിവസത്തെ പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നു. അപ്പം കാനഡയ്ക്ക് അടുത്ത നയാഗ്രയ്ക്ക് അടുത്ത് ബബല്ലോ എന്ന് പറയുന്ന ഒരു എയർപോർട്ടിലേക്ക് അവരെന്നെ വിമാനം കയറ്റി വിട്ടു. അവിടെ വന്ന് നയാഗ്രയിൽ നിന്ന് വന്ന് സലീം എന്ന് പറഞ്ഞ ഒരാൾ സ്വീകരിച്ചു കൊണ്ടുപോയി. സാർ ഇതിൻ്റെ ഇടയ്ക്ക് സാറ് പറഞ്ഞു സലീം എന്നുള്ള പേര് കേട്ടപ്പം മുസ്ലിം പേരുള്ള പല സുഹൃത്തുക്കളും സാറിനെ ഇതിൻ്റെ ഇടയ്ക്ക് വരികയും പിക്ക് ചെയ്യുകയും കൊണ്ടുപോയി സ്ഥലങ്ങൾ കാണിക്കുകയൊക്കെ ചെയ്തു. അത് പിന്നെ എനിക്ക് ഒരു വിശേഷാനുഭവമായിട്ട് തോന്നുന്നത്, മുസ്ലിം സുഹൃത്തുക്കളൊക്കെ ധാരാളം ഉണ്ടായിരുന്നുവെങ്കിലും ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ, മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ അന്ത്യം ഉറങ്ങുന്നത് ഇതാദ്യമായിട്ടാണ്. അമേരിക്കയിൽ വന്നിട്ടാണ്. 2 വീടുകൾ മുസ്ലിം നാമധാരികളുടേതാണ്. പക്ഷെ അവർ എത്തിസ്റ്റുകളാണ്, എക്സ് മുസ്ലിംസാണ്. മുസ്ലിമാണെങ്കിൽ ഇപ്പോൾ മുസ്ലിം വിശ്വാസത്തിൽ തുടരുന്നവരല്ല. അവരുടെ വീട്ടിൽ ഒരു 3 ദിവസം വീതം ഒരാളുടെ വീട്ടിൽ 3 ദിവസം, വേറെ ഒരാളുടെ വീട്ടിൽ ഒരാഴ്ചയോളം അങ്ങനെ താമസിക്കാനൊക്കെ ഉള്ളൊരു ഭാഗ്യമുണ്ടായി. അങ്ങനെ ഈ 30 ദിവസവും ഈ പറയുന്ന നല്ല സുഹൃത്തുക്കളോടൊപ്പം ആണ് സഞ്ചരിച്ചത്. ജീവിതത്തിൽ ഇത്രയും കാലം ഇത്രയും സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിച്ചൊരു സമയം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇത്രയും യാത്ര ചെയ്ത അവസരം ഉണ്ടായിട്ടില്ല. ഇത്രയും നല്ല ഭക്ഷണം, വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചെന്ന ആളുകൾ ഉണ്ടായിട്ടില്ല. ഇത്രയും നല്ല വണ്ടികളിൽ, ഇത്രയും നല്ല വിവിധങ്ങളായിട്ടുള്ള വണ്ടികളിൽ ആയിരുന്നു യാത്ര. ലോകത്തിലെ നമ്പർ 1 കാറുകളിലെല്ലാം യാത്ര ചെയ്തു. ഇപ്പോൾ ഈ പറയുന്ന നയാഗ്രയിൽ വന്നിട്ട്, നയാഗ്രയിൽ അന്ന് സലീമിൻ്റെ വീട്ടിൽ താമസിച്ചു. പിന്നെ ബ്രാംപ്റ്റൺ പോയി. അവിടെ നയാഗ്ര വെള്ളച്ചാട്ടത്തിന് 2 സൈഡുണ്ട്. കാനഡയിൽ നിന്ന് കാണാവുന്നതും അമേരിക്കയിൽ നിന്ന് കാണാം. 2 സാർ പോയി കണ്ടു തോന്നുന്നു. 3 കൊല്ലം മുമ്പ് കാനഡയിൽ ഞാൻ പോയിരുന്നു. ആ സമയത്ത് കാനഡയിൽ നിന്ന് കാണാവുന്നത് നന്നായിട്ട് കണ്ടതാണ് പലതവണ. 2 ആഴ്ചയോളം അവിടെ ഉണ്ടായിരുന്നു. അപ്പം മതിയാവോളം പൊതുതീരുവോളം കണ്ടതാണ്. പക്ഷേ ഇപ്രാവശ്യം കാനഡയിൽ നിന്നും കണ്ടു, അമേരിക്കൻ സൈഡിൽ നിന്നും കണ്ടു. അമേരിക്കൻ സൈഡിൽ നിന്ന് കാണുമ്പോൾ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അമേരിക്കൻ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതിന് വെള്ളച്ചാട്ടത്തിനൊരു ഭംഗി ലഭ്യമാണ്. കാനഡയിൽ നിന്നുള്ളതാണ് കൂടുതൽ ഭംഗിയെന്ന് തോന്നുന്നു. കൂടുതൽ വെള്ളച്ചാട്ടം അഭിമുഖമായിട്ട് കാണാൻ പറ്റുന്നത് കാനഡയിൽ നിൽക്കുമ്പോഴാണ്. പക്ഷേ അമേരിക്കയിലെ ദൃശ്യവും മോശമല്ല. അങ്ങനെ 2 വശത്ത് നിന്ന്, അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും നയാഗ്ര വെള്ളച്ചാട്ടമൊക്കെ കാണാനുള്ള ഭാഗ്യം അതൊക്കെ സുലഭമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും അതിനുശേഷം കാനഡയിൽ ടൊറോണ്ടോയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അവിടുന്ന് കാറ് മാർക്കം പിന്നെ ഡിട്രോയിറ്റിലേക്ക് വന്നു. അവിടെ വലിയ പരിപാടികളൊന്നുമില്ല. ചെറിയ അങ്ങനെ കുടുംബ സദസ്സുകൾ, ചെറിയ പ്രോഗ്രാം. അതുപോലെ തന്നെ ചില മലയാളി അസോസിയേഷനുകളുടെയൊക്കെ മീറ്റിങ്ങുകളിലൊക്കെ ന്യൂയോർക്കിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം മലയാളികളുടെ അങ്ങനെ പിന്നെ കേരള സെൻറ്റർ അതുപോലെയൊക്കെയുള്ള പൊതുവിടങ്ങളിലും അതുപോലെ തന്നെ വീടുകളിലൊക്കെ ഞാൻ ചെല്ലുന്നുണ്ടെന്ന് അറിഞ്ഞ് അവർ സമ്മേളിച്ച് തന്നെ കൂട്ടമായിട്ട് 10-30 പേരൊക്കെ അവരോടൊക്കെ ഇങ്ങനെ സംബന്ധിച്ച നല്ല നാടുകൾ തന്നെയായിരുന്നു അതെല്ലാം. പിന്നെ ഡിട്രോയിറ്റിൽ നിന്ന് പിന്നെ ചിക്കാഗോയ്ക്കാണ് പോകുന്നത്. ചിക്കാഗോയിൽ പിന്നെ വിവേകാനന്ദൻ്റെ പേരിൽ ഒരു റോഡൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ ഞാൻ കണ്ടു. വിവേകാനന്ദനെ ഓർക്കാതിരിക്കാൻ പറ്റില്ല ചിക്കാഗോയിൽ പോകുമ്പോൾ. ചിക്കാഗോയിലാണല്ലോ അദ്ദേഹം പ്രസംഗിച്ചത്, ലോകപ്രസിദ്ധമായ പ്രസംഗം. അപ്പോൾ അമേരിക്കയിലേക്ക് വരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഈ വിവേകാനന്ദൻ്റെ പ്രസംഗത്തെക്കുറിച്ചൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ ഹൂസ്റ്റണിൽ വരുന്ന വഴിക്ക്, അതായത്
പിന്നെ ഡാലസിൽ നിന്ന് ഹൂസ്റ്റണിലേക്ക് വരുന്ന വഴിക്ക്, ഹൂസ്റ്റണിലാണെന്ന് തോന്നുന്നു, പിന്നെ ഈ ജോൺ എഫ് കെന്നഡിയെ വെടിവെച്ച സ്ഥലം അത് കണ്ടോ? അത് കണ്ടോ? റോട്ടിൽ അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അത് കാണുക മാത്രമല്ല, അതിന്റെ അടുത്തുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് വെടിവെക്കുന്നത്. അതൊരു മ്യൂസിയമായിട്ട് അവർ സംരക്ഷിച്ചിട്ടുണ്ട്. ആ വെടിവെച്ച ആ കെട്ടിടത്തിന്റെ ആ നിലയിലൊക്കെ പോയി അതൊക്കെ കണ്ടു. അപ്പം ഞാനൊക്കെ ഏതാണ്ട് ഒന്നിലെങ്ങാണ്ട് പഠിക്കുന്ന കാലത്താണ് ഈ ജോൺ എഫ് കെന്നഡി വെടിയേറ്റു എന്നൊക്കെ അന്ന് വാർത്ത എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. 64 എനിക്ക് തോന്നുന്നു. എനിക്കന്ന് 7 വയസ്സോളം ഉണ്ട്. അപ്പോൾ അവിടെ ഒക്കെ കണ്ടു. അങ്ങനെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ചില സ്ഥലങ്ങളൊക്കെ കാണാൻ എനിക്ക് ഇടയായി. ഈ ജോൺ എഫ് കെന്നഡി വെടിവെച്ചത്, എൻ്റെ പേര് ഞാൻ അദ്ദേഹത്തിന് മറന്നുപോയി, ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഇദ്ദേഹം റൂഫില്ലാത്ത തലക്കിട്ട വെടി കൊള്ളുന്നത്. ആ വീഡിയോ ഒക്കെ നമുക്ക് ഇപ്പോഴും ഉണ്ട് കാണാം. ആ കെട്ടിടം അവിടെ വെടിവെച്ച സ്ഥലം, മറ്റേ തോക്ക് ചൂണ്ടിയ സ്ഥലമൊക്കെ അവിടെ ജനലിൽ കൂടെ ആണ്, ഏത് ജനലിൽ കൂടെയാണ് വെടിവെച്ചതൊക്കെ ഉള്ളത് കൃത്യമായിട്ട് അവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള പോയിന്റുകളൊക്കെ കണ്ട് അങ്ങനെ ചിക്കാഗോയിൽ നിന്ന്, പിന്നെ ചിക്കാഗോ നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പിന്നെ വിശേഷപ്പെട്ട നഗരമാണ്. അതിൻ്റെ പിന്നെ ഒരു നദിയുടെ ഇരുകരകളിലുമുള്ള കൂറ്റൻ കെട്ടിടങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് 10-50 കൊല്ലങ്ങളൊക്കെ മുമ്പ് പണിതു എന്ന് പറയുന്നത് തന്നെ അതിശയകരമാണ്. അപ്പോൾ ഒരു ആർക്കിടെക്ചർ ടൂർ എന്ന് പറഞ്ഞ ആ ജലാശയത്തിലൂടെ ഈ രണ്ടു വശത്തും മാനം മുട്ടി നിൽക്കുന്ന കെട്ടിടങ്ങളാണ്. അതോടെ ഒരു ടൂറൊക്കെ ഉണ്ട്, ബോട്ട് യാത്രയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എന്നെ അവിടെ ഈ പറയുന്ന വലിയ ഗോപുരങ്ങളൊക്കെ ഉണ്ട്. അതിലെല്ലാം ഈ പറയുന്ന മലയാളികൾ എന്നെ കൊണ്ടുപോയി കാണിക്കാൻ, അവർ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ പോലും എന്നെ കൊണ്ടുപോയി കാണിക്കാൻ നല്ല. ഒരുപക്ഷെ സാറ് ഈ അമേരിക്കയിൽ താമസിക്കുന്ന മലയാളികൾ പോലും ഇത്രയും സ്ഥലങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനിങ്ങനെ തിരിച്ചു പോരുന്ന സമയത്തൊക്കെ എവിടെയൊക്കെ പോയെന്ന് ആളുകൾ ചോദിക്കുമ്പോൾ ഞാൻ ഈ സ്ഥലങ്ങളെ പറ്റി വിവരിക്കുമ്പോൾ അവർ പറഞ്ഞു, മിക്കവാറും പേര് പറഞ്ഞത് ഞങ്ങൾ 30 കൊല്ലമായിട്ട് ഇവിടെ താമസിക്കുന്നതാണ്, പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ഇതൊന്നും കാണാനുള്ള ഒരു യോഗം ഉണ്ടായിട്ടില്ലെന്നാണ്. അപ്പോൾ ഈ ഷിക്കാഗോയിൽ നിന്ന് പിന്നെ സിയാറ്റിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. അത് വടക്ക് പടിഞ്ഞാറ് സ്ഥലമാണ്. അമേരിക്കയുടെ യുഎസിൻ്റെ വടക്ക് പടിഞ്ഞാറ് കോണാണ്. അവിടുന്ന് പിന്നെ കാനഡയുടെ അടുത്ത് കിടക്കുന്ന സ്ഥലം അവിടുന്ന് ഞങ്ങൾ റോഡ് മാർഗം കാനഡയിലും പോയി. അപ്പോൾ അങ്ങനെ അവിടെ ഒരു ഹൈ റേഞ്ച് പോലെ മലമ്പ്രദേശമൊക്കെ ഉള്ള സ്ഥലമാണ് ഈ പറയുന്ന സിയാറ്റിൽ. നല്ല ഇടതൂർന്ന, അത്രയും വലിയ വനം ഞാൻ കണ്ടിട്ടില്ല. ഈ നമ്മുടെ നാട്ടിലെ പോലുള്ള പൈൻമരമാണെന്നേ ഉള്ളൂ. പൈൻമരത്തിൻ്റെ ഒക്കെ ഒരു പിന്നെ വനത്തിൻ്റെ ഒരു ഗാംഭീര്യം, ഭീകരതയൊക്കെ അതുപോലെയുള്ള വനം. അപ്പം മഞ്ഞ് മൂടിക്കിടക്കുന്ന അല്ലെങ്കിൽ മഞ്ഞ് വനം, ഐസ് ഉള്ള മലകൾ ഒക്കെ അവിടെയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് സിയാറ്റിലൊരു എസൻസ് ഗ്ലോബലിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ചിക്കാഗോയിൽ വന്നിട്ട് കൃത്യം 1 മാസം കഴിഞ്ഞ്, അതായത് മെയ് 28 അവിടെ ചെന്നു, ജൂൺ 28 തിരിച്ച് അയർലൻഡിലേക്ക് ഞാൻ പോന്നു. അപ്പോൾ ഈ യാത്രയിൽ ഒത്തിരി മലയാളികളുടെ ആതിഥ്യം സാറിന് സ്വീകരിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഏറ്റവും ഇതായിട്ട് തോന്നിയത്, നമ്മൾ പൊതുവിൽ ഈ സാറിൻ്റെ ഈ കൈവെട്ടുമൊക്കെ ചെയ്ത ആ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ വീടുകളിൽ താമസിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അവരൊരു കാലത്ത് അതിൻ്റെ ഭാഗമായിരുന്നവരുടെ വീട്ടിലൊക്കെ താമസിക്കാൻ നമ്മളെ കൊണ്ടുപോകാനും ഒക്കെ ഉള്ള ഒരു വിശാല മനസ്ഥിതിയിലേക്ക് അവർ മാനസികമായി പരിവർത്തനപ്പെട്ടു എന്നാണല്ലോ നമ്മൾ അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്. അവർ എസൻസിലെ അംഗങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു മതം ഉപേക്ഷിച്ചവരായിരിക്കും, എങ്കിൽ പോലും അത്തരത്തിലൊരു സാമൂഹികമായ വളർച്ചയാണ് നമ്മളതിലൂടെ കാണാൻ കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. സാറിനെ അവർ ആ അർത്ഥത്തിൽ സ്വീകരിക്കാൻ തയ്യാറായി എന്ന് പറയുമ്പോൾ സാറിൻ്റെ ഭാഗത്തെ തെറ്റ്, സാറിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അവർ ആരോപിച്ചിരുന്ന ആളുകൾക്ക് പോലും ഇന്ന് ആ തെറ്റുകൾ, അങ്ങനൊരു തെറ്റില്ലെന്നും അവർക്കാണ് തെറ്റ് പറ്റിയതെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് അവർ എത്തിത്തുടങ്ങി എന്നാണ് നമ്മൾ അതിൻ്റെ അകത്ത് മനസ്സിലാകുന്നത്. അത് വളരെ വലിയൊരു തിരിച്ചറിവാണ്. ഇപ്പോൾ ഈ മുസ്ലിം സമുദായത്തിലും ധാരാളം ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ മതം ഉപേക്ഷിച്ച് വരുന്നുണ്ട്. അത് പിന്നെ ഹിന്ദു മതത്തിൽ നിന്നും അതുപോലെ തന്നെ ക്രിസ്തു മതത്തിൽ നിന്നൊക്കെ ഉണ്ട്. എന്നാലും അതൊക്കെ ഒരു വലിയ ഒരു പിന്നെ ആധുനിക യുഗത്തിൻ്റെ, അല്ലെങ്കിൽ ഇവർ ആധുനിക പൗരന്മാരായിട്ടൊക്കെ മാറുന്നതിൻ്റെ ഒരു സൂചനയാണ്. അപ്പം ലോകം മാറും, ഈ പറയുന്ന മതത്തിൻ്റെയൊക്കെ ഈ ചങ്ങലക്കെട്ടുകളിൽ നിന്നൊക്കെ മനുഷ്യർ മുക്തി നേടി സ്വതന്ത്രരായിട്ട് ജീവിക്കുന്ന ഒരു കാലം വരും എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത്. സാറ് ഇപ്പോൾ ഈ ഇന്നാളെ ഒരു എസൻസിൻ്റെ പ്രോഗ്രാമിൽ വെച്ച് സാറ് പറഞ്ഞായിരുന്നു, ഞാൻ മതം വിട്ടു, ഇപ്പോൾ എനിക്കൊരു മതമില്ല എന്ന് സാറ് പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ ഈ മതം വിട്ടതിന് ശേഷം സാറിന് ഇപ്പോൾ ഉള്ള മാനസികമായ ഒരു സന്തോഷം, അല്ലെങ്കിൽ അതിനുശേഷമുള്ള മാനസിക തലം എന്താണ് സാറിൻ്റെ? ഈ മതം വിടുകയും അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടൊക്കെ മാറുകയൊക്കെ ചെയ്തത് ശരിക്കും 2021 കാലത്തിലാണ്. അതിനുശേഷം എനിക്ക് ഉണ്ടായ ഒരു ഫീലിംഗ്
ഫീൽ എന്ന് പറയുന്നത് ഭയങ്കര സ്വാതന്ത്ര്യമാണ് ഫീൽ ചെയ്യുന്നത്. ആ ഉവ്വ. നമ്മളിങ്ങനെ വളരെ കാലം എന്തോ ഒരു ബാധ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു രോഗം ഉണ്ടായിട്ട് അത് മാറി കിട്ടുന്നത് പോലെയുള്ളൊരു സന്തോഷം, ഒരു ബാധ ഒഴിഞ്ഞു പോയതുപോലെയാണ് ഈ വിശ്വാസം, ദൈവവിശ്വാസം എന്നിൽ നിന്ന് പോയപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ബാധ ഒഴിഞ്ഞു പോയതിൻ്റെ ഒരു സന്തോഷമുണ്ട്, ഒരു ആഹ്ലാദമുണ്ട്. ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മോചിതനാകുന്ന ഒരു വ്യക്തിയുടെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെതായിട്ടുള്ള ഒരു ആഹ്ലാദം വളരെ വലുതാണ്. അത് അങ്ങനെ മതം അല്ലെങ്കിൽ വിശ്വാസം ഉപേക്ഷിച്ച ആളുകൾക്ക് അത് അനുഭവവേദ്യമാണ്. എല്ലാവർക്കും അങ്ങനെ പലരും എന്നോട് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാനും ഈ മതത്തിലോ ദൈവത്തിലോ ഒന്നും വിശ്വസിക്കുന്ന ആളല്ല. ആ അർത്ഥത്തിൽ ഞാനും ആ ഒരു സ്വാതന്ത്ര്യം ഇപ്പം അനുഭവിക്കുന്നുണ്ട്. കാരണം ഇത്തരം വേലിക്കെട്ടുകൾ നമ്മളുടെ സ്വതന്ത്രമായ ചിന്തയും സ്വതന്ത്രമായ പ്രവർത്തനത്തെയും നമ്മളെ തന്നെ ഒരു പ്രിവിലേജ് ക്ലാസ്സാക്കി മാറ്റുക, അതുപോലെ നമ്മളെന്തോ സ്പെഷ്യലാണെന്ന് തോന്നുക, ഇത്തരം വരുന്ന അവസ്ഥയിൽ നിന്ന് മാറി നമ്മളും ചുറ്റുപാടുകളിലുള്ള എല്ലാം തന്നെ നമ്മളെപ്പോലെയാണ്, നമ്മുടെ ചുറ്റുപാടുകളുള്ള ജീവികളും മനുഷ്യരും എന്ന് കാണാനുള്ളൊരു വിവേകം നമ്മളിലുണ്ടാകുന്നത് ഈ ചങ്ങലക്കെട്ടുകൾക്ക് പുറത്തു വരുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്നലെ അടുത്ത ദിവസം പിന്നെ UK ഒരു ഓർത്തഡോക്സ് പള്ളിയിൽ പോയി. മലയാളികൾ വാങ്ങിച്ച് അത് അവിടെ പിന്നെ അവരുടെ ആരാധനയൊക്കെ നടത്തുന്ന പള്ളിയാണ്. അതിൻ്റെ അതെന്ന് ഒരു പുതുക്കിപ്പണിയുമാണ്. ഞാൻ ആ പള്ളിയിൽ കയറിയ സമയത്ത് അതിൻ്റെ ഒരു സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ പുള്ളി പറഞ്ഞ് ഞാൻ 5 കൊല്ലമായിട്ട് മതമൊക്കെ ഉപേക്ഷിച്ചാണ്, അത് വിശ്വാസമൊക്കെ ഉപേക്ഷിച്ചതാണ്. പിന്നെ ഇതൊരു നമുക്ക് ഒത്തുകൂടാനൊക്കെ ഉള്ളൊരു സ്ഥലമായിട്ടാണ് ഞാൻ ഈ പള്ളിയെ കാണുന്നത്. ഞാനും വിശ്വാസമൊക്കെ ഉപേക്ഷിച്ചു, അതിൻ്റെ ഒരു സ്വാതന്ത്ര്യമൊക്കെ ഞാനും അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അനുഭവം എന്നോട് പങ്കുവച്ചു. അതുപോലെ തന്നെ ഞാനിങ്ങനെ മതം വിട്ടെന്ന് വിചാരിച്ച് മതത്തിൽ വിശ്വസിക്കുന്നവരോട് വൈരാഗ്യമോ അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയോ ഒന്നും പുലർത്തുന്ന ആളല്ല. ഞാനിങ്ങനെ ഷിക്കാഗോയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ബിഷപ്പിനെ കണ്ടു. കാരണം ഈ സീറോ മലബാർ സഭയ്ക്ക് കേരളത്തിന് പുറത്ത് ആദ്യമായിട്ടൊരു രൂപത ഉണ്ടാകുന്നത് ഷിക്കാഗോയിലാണ്. അതിപ്പോൾ 25 വർഷമായി. അതിൻ്റെ ആഘോഷങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് ഒരു കൂടി അല്ലല്ല ജോയി ആലപ്പാട്ട്, ജോയി ആലപ്പാട്ടാണ്. നേരത്തെ അങ്ങാടി എന്ന് പറഞ്ഞ ആളായിരുന്നു. അദ്ദേഹമായിട്ട് 1 മണിക്കൂർ നേരം സംസാരിച്ചിരുന്നു, കുശലമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് 25 വർഷത്തിൻ്റെ ആഘോഷം ഉടനെ നടക്കാൻ പോവാണ്, അടുത്ത ആഴ്ചയിലോ മറ്റോ. ഇപ്പം കഴിഞ്ഞു, അതിൻ്റെ പരിപാടിയൊക്കെ നടന്നു, ഇന്ന് വാർത്തകളൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതും ഞാനും മതവിശ്വാസിയായിരുന്നല്ലോ. ഇപ്പം അങ്ങനെ മതവിശ്വാസത്തിൽ തുടരുന്നവരോട് നമുക്ക് ഒരു വെറുപ്പോ അകൽച്ചയോ ഒന്നും ഇല്ല. എല്ലാവരും നമ്മളെ മനുഷ്യരായിട്ട് കാണുന്നു, അവരെയൊക്കെ നമ്മൾ അതേപോലെ തന്നെ ബഹുമാനിക്കുന്നൊക്കെ ഉണ്ട്. സാറേ, മതവിശ്വാസിൽ ഒരാൾ ജീവിക്കുന്നത് വെച്ചാൽ അയാളെ സംബന്ധിച്ചുള്ള ഒരു സാന്ത്വനമാണ് മതം. അത് നമ്മൾ അവരെ തെറ്റായി കാണേണ്ട കാര്യമില്ല. കാരണം അവർ ആ സാന്ത്വനം അതിൻ്റെ അകത്ത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്കത് സാന്ത്വനമായി ലഭിക്കുന്നുണ്ടെങ്കിൽ മതത്തെ നമുക്ക് തള്ളി പറയേണ്ട കാര്യമില്ല. മറിച്ച് ആ മതം ശ്രേഷ്ഠമാണെന്ന് പറയുകയും അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നിടത്ത് മാത്രമേ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുള്ളൂ. ഇത് മതം സ്വാതന്ത്ര്യമാണ്, നമുക്ക് ഒരു ആശ്വാസം പകരുന്നതാണ്, ആപത്ഘട്ടങ്ങളിലൊക്കെ നമുക്കൊരു ധൈര്യം പകർന്നു തരുന്നതാണെന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് നമ്മളെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഈ മതം നമ്മളെ ഭീരുവാക്കുന്നതുകൊണ്ടാണ്. അതെ, തീർച്ചയായിട്ടും. നമ്മളെ ഇങ്ങനെ പേടിപ്പിച്ചും കൊതിപ്പിച്ചും ഒക്കെയാണ് മതം നമ്മളെ ഇങ്ങനെ ഈ ദൈവവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. അപ്പോൾ അങ്ങനെ അന്ന് കെട്ടുപോയ ഒരു മനോവീര്യമാണ് നമുക്ക് ഈ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കുറച്ചൊക്കെ തിരിച്ചു കിട്ടും. നമുക്കൊരു രോഗം വന്നു, നമ്മൾ അതിൻ്റെ ഒരു ചികിത്സ, വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു രോഗമാണ്. തീർച്ചയായിട്ടും. അപ്പം അത് കൂടിയും കുറഞ്ഞിരിക്കും. ചെറിയ രോഗമാണെങ്കിൽ ചെറിയ ചികിത്സ മതി, അവർക്ക് കുറച്ച് പ്രാർത്ഥനയൊക്കെ മതി. ചിലർക്ക് ഭയങ്കര രോഗമായിരിക്കും, അവർക്ക് ഈ കൃപാസനത്തിലൊക്കെ പോയി അങ്ങനെ ഇതൊക്കെ കൃപാസനം പത്രമൊക്കെ അരച്ച് കുടിച്ചാലേ രോഗശാന്തി വരും. അപ്പം അവർക്ക് അതിപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുന്നത് എനിക്കും ഉണ്ടായിരുന്നു ചെറിയ രോഗമൊക്കെ, വലുതില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്കിപ്പം ആ രോഗമുക്തി നേടി, അതുകൊണ്ട് എനിക്കിപ്പം ആ മരുന്ന് വേണ്ട. അതേ പ്രാർത്ഥന, അതുപോലെയുള്ള ആചാരങ്ങൾ, മതസംബന്ധിയായിട്ടുള്ള ചടങ്ങുകളൊന്നും ഇല്ലാതെ എനിക്ക് നല്ല ഹാപ്പിയായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. താങ്ക് യു സാറേ. ഇപ്പം ഇംഗ്ലണ്ടിൽ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമല്ലേ വരുന്നത്? അതോ ഇതിന് 2ാമത്തെ പ്രാവശ്യം? അതുപോലെ തന്നെ ഇപ്പം ഇംഗ്ലണ്ടിലെ 2ാമത്തെ പ്രാവശ്യം വരുമ്പോൾ ഈ ഇംഗ്ലണ്ടിലെ ആളുകളുടെ ജീവിതവും മലയാളികളുടെ ജീവിതവും അമേരിക്കയിലെ ജീവിതവും അയർലൻഡും ഇംഗ്ലണ്ടും ഏകദേശം ഒരുപോലെ തന്നെ ഉള്ള ഒരു ചെറിയ വ്യത്യാസങ്ങൾ എന്തെങ്കിലുമൊക്കെ സാർ കണ്ടോ ഒന്ന് പറയാമോ? അമേരിക്ക എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ്. അതായത് സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഈ പൊതുഗതാഗതം എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്കയിൽ അധികം അവർ ഇപ്പോൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് തോന്നുന്നു. അതിൽ അധികം ശുഷ്കാന്തി അവർ കാണിക്കുന്നില്ല. എല്ലാവർക്കും ഓരോരോ വാഹനങ്ങളുണ്ട്. വീട്ടിലുള്ള എല്ലാ ആളുകൾക്കും കാറുകളുണ്ട്. അത് ഓടാനുള്ള റോഡുകളുണ്ട്. അതൊക്കെ അവർ ഈ 2ാം ലോകമഹായുദ്ധത്തിനൊക്കെ ശേഷം അന്ന് നിർമ്മിച്ചിട്ടിരിക്കുന്നതാണ്. അന്നൊക്കെ അവർക്ക്
പണ്ടേ പണമൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഈ യുദ്ധവിമാനങ്ങളൊക്കെ ഇറക്കാൻ പാകത്തിനുള്ള റോഡുകളാണ്, ഹൈവേകളാണ് അന്നൊക്കെ അവർ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു അമേരിക്കയിലെ ഒരു ജീവിതത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് യൂറോപ്പിലേക്കാളും കൂടുതലാണ്. അവിടെ ഇപ്പം വസ്ത്രമൊക്കെ ആളുകൾ കണ്ടാൽ പോലും ഞങ്ങൾ നോക്കുമ്പോൾ ഈ ടീഷർട്ടുകളൊക്കെ ആണെങ്കിൽ എല്ലാവരും നല്ലതാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്നൊക്കെ കയറ്റുമതി ചെയ്യുന്ന വസ്ത്രങ്ങളാണത്. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ മിക്കവാറും അത് കളർ പോവുകയൊക്കെ ചെയ്യും, കളർ ഇളകും. ഏതായാലും അവിടെ ചെല്ലുന്ന ഈ വസ്ത്രങ്ങൾക്ക് ഭയങ്കര ക്വാളിറ്റിയാണ്. അതിൻ്റെ നിറം മങ്ങുകയോ കളർ ഇളകുകയൊന്നും ചെയ്യില്ല. അത് ഇപ്പം ഇംഗ്ലണ്ടിലായാലും ശരി, അയർലൻഡിലായാലും ശരി, അതിനേക്കാൾ നല്ല ഒന്നാം തരം സാധനങ്ങളാണ് അമേരിക്കയിലേക്ക് ആളുകൾ മറ്റു രാജ്യങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ അതിന് വിലയുണ്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ലതായിട്ട് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഞങ്ങൾക്ക് അവിടെ കൂടുതലാണ്. അവിടെ ആളുകൾക്ക് യൂറോപ്പിലേക്കാളും അല്ലെങ്കിൽ UK, അയർലൻഡ് അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടുത്തെ മലയാളികൾക്ക് കുറേ കൂടി വരുമാനമുണ്ട്, പണമുണ്ട്, അവരുടെ ജീവിത നിലവാരം അതുപോലെ കൂടിയിട്ടുണ്ട്. സാർ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം UK എത്തുമ്പം എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പരിപാടികൾ? എനിക്ക് പിന്നെ ഈ 18-ാം തീയതി ഈ ബ്രിട്ടീഷ് മലയാളിയുടെ ഒരു അവാർഡ് നൈറ്റ് പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അതാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിൽ എൻ്റെ സാജൻ സ്കറിയ, മറുനാടൻ മലയാളിയുടെ സാജൻ സ്കറിയ, അഡ്വക്കേറ്റ് ജയശങ്കർ സാർ ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ ലിവർപൂളിൽ പുള്ളി വന്നപ്പം ഞങ്ങളിവിടെ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പം ജയശങ്കറൊക്കെ പങ്കെടുക്കുന്ന 1 മണിക്കൂർ നീളുന്നൊരു ചർച്ചയാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ലണ്ടനിൽ പോകുന്നുണ്ട്. അവിടെ ചില കൂട്ടായ്മകളൊക്കെ ഉണ്ട്, ചില കുടുംബ മീറ്റിങ്ങുകൾ പോലെ നമ്മൾ അറിയുന്നവരും നമ്മുടെ അനുഭവം ഉള്ളവരുമായിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ ചില ഒത്തുചേരലൊക്കെ ഉണ്ട്. ഒരു 10-12 ദിവസമാണ് ഞാൻ ഇവിടുത്തെ ഒരു പരിപാടി ആയിട്ട് ഇവിടെ നിൽക്കുന്നുള്ളൂ. 22-ാം തീയതി ആകുമ്പോൾ വീണ്ടും അയർലൻഡിലേക്ക് ഞാൻ തിരിച്ചു പോകും, മോളുടെ അടുത്തേക്ക് പോകും. അവിടെ നിന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ട് മിക്കവാറും നാട്ടിലേക്ക് പോകാനാണ് പരിപാടി. അപ്പോൾ എന്തായാലും രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വരികയും ഞങ്ങളുടെ വീട്ടിൽ വരികയും ഞങ്ങളെ സന്ദർശിക്കുകയും ചെയ്യാൻ സാറ് കാണിച്ച എല്ലാ നല്ല മനസ്സിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ സാറിൻ്റെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നു, ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇനിയും വരുമ്പം ഈ വഴി വരണം എന്ന് പറഞ്ഞുകൊണ്ട് ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്.